+2 കൊമേഴ്സ് ഫാമിലി. അപ്പോൾ ഇതാ നമ്മുടെ ബിസിനസ് സ്റ്റഡീസ് ഫസ്റ്റ് ടേം ഓണം എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ പരിചയപ്പെട്ടാലോ? കമോൺ. ഓക്കെ, അപ്പം പ്ലാനിങ് എന്ന ചാപ്റ്ററിൽ പ്ലാനിങ് പ്രോസസ്സ് എന്ന് പറയുന്ന ടോപ്പിക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ പ്ലാനിങ് പ്രോസസ്സിൽ നിന്ന് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. 1 വേർഡ് ക്വസ്റ്റ്യൻ മുതൽ എസ്സേ ക്വസ്റ്റ്യൻ വരെ ചോദിക്കാൻ ചാൻസ് ഉള്ള പ്ലാനിങ് എന്ന ചാപ്റ്ററിലെ ഒരു ടോപ്പിക്കാണ് പ്ലാനിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാനിങ് പ്രോസസ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം അല്ലേ. അപ്പോൾ പ്ലാനിങ് പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താ? പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ എന്ത് ചെയ്യാണ്? ഫ്യൂച്ചറിലേക്ക് ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് നേടിയെടുക്കാൻ വേണ്ടി അഡ്വാൻസ് ആയിട്ട് ഡിസൈഡ് ചെയ്ത് വെക്കുകയാണ് അല്ലെ. ഒരു പെർട്ടിക്കുലർ കോഴ്സ് ഓഫ് ആക്ഷൻ പ്രിപ്പയർ ചെയ്യുകയാണ്. അതിനെയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക അല്ലെ. നമുക്ക് എന്താണോ നേടിയെടുക്കേണ്ടത്, അറ്റ് ദി എൻഡ് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ എവിടെയാണോ എത്തി നിൽക്കേണ്ടത് എന്നത് സെറ്റ് ചെയ്യാണ് ആദ്യത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു എക്സാമ്പിളിലൂടെ നമുക്ക് പഠിക്കാം അല്ലെ. ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ആദ്യം തന്നെ എന്ത് ചെയ്യണം? ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യണം. സെയിൽസ് ഒരു 20% ഇൻക്രീസ് ചെയ്യണം, അല്ലെങ്കിൽ പ്രോഫിറ്റ് ഒരു 15% ഇൻക്രീസ് ചെയ്യണം എന്ന് അവർ സെറ്റ് ചെയ്യാണ്. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, സെറ്റിംഗ് ഒബ്ജക്റ്റീവ്. ഓക്കെ, സെക്കൻഡ് വൺ ഡെവലപ്പിംഗ് പ്രിമൈസസ്. എന്താണ് പ്രിമൈസസ് എന്ന് പറഞ്ഞാൽ? ഫ്യൂച്ചറിലേക്കാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ ഫ്യൂച്ചർ എന്ന് പറയുന്നത് അൺസർട്ടൈൻ ആണ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള തിങ്സ് ആണ് സംഭവിക്കുക. നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാം ഇന്ന കാര്യങ്ങളൊക്കെ നടക്കും, പക്ഷെ ഒരിക്കലും അത് തന്നെ നടക്കണം എന്നില്ല അല്ലെ. ഇപ്പോഴും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള അൺസർട്ടനിറ്റി അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തില് ഭാവിയിൽ നമ്മൾ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്തതിന് ശേഷം ഭാവിയിൽ ഇന്ന കാര്യങ്ങളൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്ന അസംഷൻസ് ആര് ചെയ്യാറുണ്ട്? ബിസിനസ്സുകാർ ചെയ്യാറുണ്ട്. അത്തരത്തിലുള്ള അസംഷൻസിനെയാണ് പ്രിമൈസസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ബിസിനസ്സുകാരൻ പുതിയ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറക്കുകയാണ്. ഈ പ്രൊഡക്റ്റ് ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യും, ആൾക്കാരുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഇതായിരിക്കും എന്നൊരു അസംഷൻ വെക്കുകയാണ്. ഇതിനെ നമുക്ക് എന്ത് പറയാം? പ്രിമൈസസ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ പ്രിമൈസസ് എന്താണെന്നുള്ള 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ഭാവിയെ പറ്റിയിട്ടുള്ള ഇത്തരത്തിലുള്ള അസംഷൻസിനെയാണ് പ്രിമൈസസ് എന്ന് പറയുന്നത്. പഠിച്ചു വെക്കുക. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് 2 മാർക്ക് സ്കോർ ചെയ്യാം അല്ലേ. തേർഡ് വൺ ഐഡന്റിഫൈങ് ആൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ. ഓക്കെ, അതായത് നമ്മളിവിടെ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്തു, അതുപോലെ തന്നെ ആൾക്കാരുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, ടെക്നോളജി, പ്രൈസ്, അതുപോലെ തന്നെ എന്താണ് ഡിമാൻഡ്, ഇതൊക്കെ എങ്ങനെയാണ് വരുന്നത് എന്നുള്ള അസംഷൻസ് പ്രിമൈസസ് സെറ്റ് ചെയ്തു. അതിനുശേഷം ഈ ഒബ്ജക്റ്റീവ് നേടിയെടുക്കാൻ നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഓൾട്ടർനേറ്റീവ് ആണ് ഉള്ളത് എന്ന്, ഓപ്ഷൻസ് ആണ് ഉള്ളത്. ആ ഒബ്ജക്റ്റീവ് നേടിയെടുക്കാൻ നമ്മുടെ കയ്യിലുള്ള ഓപ്ഷൻസ്, നമുക്ക് ചുറ്റിലുള്ള ഓപ്ഷൻസ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാണ് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതായത് എക്സാമ്പിൾ പറയാം, സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ പുതിയ സെയിൽസ് ടെക്നിക്സ് അല്ലെ, പുതിയ സെയിൽസ് ടെക്നിക്സ് എന്തെങ്കിലും ഇറക്കണോ, അതാണ് ആദ്യത്തെ ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത്. സെയിൽസ് ടെക്നിക്സ് പുതുതായിട്ട് കൊണ്ടുവരണോ, ഇനി സെയിൽസ് കൂട്ടാൻ വേണ്ടിയിട്ട് എംപ്ലോയീസിനെ ഹയർ ചെയ്യണോ അല്ലെ. പുതിയ കുറേ എംപ്ലോയീസിനെ ഹയർ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രഷ് ടാലൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ കിട്ടും അല്ലെ. അപ്പോൾ അതുവഴി നമുക്ക് സെയിൽസ് ഇൻക്രീസ് ചെയ്യാം എന്ന് വിചാരിക്കുകയാണ്. ഇനി അതല്ല, ഇനിയിപ്പോൾ അവിടെ ഉള്ള എംപ്ലോയീസിന് ഇൻസെൻറ്റീവ്സ് ഒക്കെ കൊടുത്ത് അവരെ ഒന്ന് ബൂസ്റ്റ് ചെയ്തിട്ട് അല്ലെ, അവർ നല്ല രീതിയിൽ സെയിൽസ് നടത്തുകയാണെങ്കിലോ അങ്ങനെ വിചാരിക്കുകയാണ്. അതുപോലെ തന്നെ ഡിസ്കൗണ്ട്, ഇനി എന്താണ് ഓഫേഴ്സ്, ഇതൊക്കെ കൊടുത്തുകൊണ്ട്, ഗീവ് അവേസ്, ഇതൊക്കെ കൊടുത്തുകൊണ്ട് സെയിൽസ് ഇൻക്രീസ് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ വളരെ ഫേമസ് ആയിട്ടുള്ള ഒന്നാണ് അല്ലേ, നമ്മുടെ കൊളാബറേഷൻ. അപ്പം യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കൊളാബറേഷൻസ് ആണ്. ഇൻഫ്ലുവൻസേഴ്സിനെ കൊണ്ട് കൊളാബറേഷൻ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ആ ഇൻഫ്ലുവൻസേഴ്സിനെ ഫോളോ ചെയ്യുന്ന കുറേ ഫോളോവേഴ്സ് സാധനങ്ങൾ വാങ്ങാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. ഇപ്പോൾ എപ്പോഴും ഏറ്റവും വലിയ ഒരു ടെക്നിക്കാണ് കൊളാബറേഷൻസ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഇൻഫ്ലുവൻസേഴ്സിന്, കുറേ ഫോളോവേഴ്സ് ഉള്ള ഇൻഫ്ലുവൻസേഴ്സിനെ കൊണ്ട് ചെയ്യിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണോ, അങ്ങനെയുള്ള ഓൾട്ടർനേറ്റീവ് കോഴ്സ് ഓഫ് ആക്ഷൻ ഐഡന്റിഫൈ ചെയ്യാണ് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. എന്നിട്ട് ഈ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള ഓൾട്ടർനേറ്റീവ് കോഴ്സസിനെ ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതായത് സെയിൽസ് ടെക്നിക്സ് ഏതെങ്കിലും പുതിയത് കൊണ്ടുവന്നാൽ എന്തായിരിക്കും അതിൻ്റെ പോസിറ്റീവ്, എന്തായിരിക്കും അതിൻ്റെ നെഗറ്റീവ് എന്നുള്ളത് ചിന്തിക്കും. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളെയും നല്ല രീതിയിൽ അനലൈസ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്ത് പോസിറ്റീവ്സും നെഗറ്റീവ്സും കണ്ടുപിടിക്കുകയാണ് നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ബെസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുമല്ലോ. ആ ബെസ്റ്റ് കണ്ടുപിടിക്കുന്നതാണ് സെലക്ടിങ് ആൻ ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത്. ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് സാധ്യമാകുന്നത് ഇവിടെയാണ്. ഓക്കെ, 5ാമത്തെ സ്റ്റെപ്പിലാണ് ഡിസിഷൻ മേക്കിംഗ് നടക്കുന്നത്.
അതിൽ നിന്ന് ബെസ്റ്റ് ചൂസ് ചെയ്തിട്ട് നമ്മൾ ആ പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യും. ഓക്കെ, ആ പ്ലാനിനെ ആക്ഷനിലേക്ക് ഇടുകയാണ്. ഇത്രയും നേരം നമ്മൾ തിങ്ക് ചെയ്യാണ് അല്ലേ, ആ തിങ്ക് ചെയ്യുന്ന സാധനം ആക്ഷനിലേക്ക്, ഒരു മെൻറ്റൽ എക്സസൈസ് അല്ലെങ്കിൽ മെൻറ്റൽ ആക്ടിവിറ്റിയാണ് ഇത്രയും നേരം നടന്നതെങ്കിൽ ഇനി നടക്കാൻ പോകുന്നത് ഫിസിക്കൽ ആക്ടിവിറ്റിയാണ്. നമ്മൾ എന്ത് ചെയ്യാണ്, പ്ലാൻ ഫ്രെയിം ചെയ്ത് വെച്ച പ്ലാനിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാണ്. ഇംപ്ലിമെന്റ് ചെയ്ത പ്ലാൻ അല്ലെങ്കിൽ പ്ലാനിനെ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പരിപാടി നിൽക്കുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ആ പ്ലാനിനെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യേണ്ടതുണ്ട് അല്ലേ, നമ്മൾ മെഷർ ചെയ്യേണ്ടതുണ്ട്, നമ്മുടെ ആക്ച്വൽ പെർഫോമൻസ് കറക്റ്റ് ആയിട്ടാണോ പോകുന്നതെന്നൊക്കെ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഇത്രയുമാണ് പ്രോസസ് ഓഫ് പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും ഇങ്ങനെയുള്ള എക്സാമ്പിൾസ് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെയുള്ള ടേംസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എക്സ്പ്ലനേഷൻസ് കാര്യങ്ങളൊന്നും മറന്നു പോവില്ല. അപ്പോൾ ഇതുപോലെ പഠിക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക. Okay, all the very best.